ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 12ലെ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജി റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം അതിൻ്റെ പാർട്ട് 3 ആണ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും അത് കാണണം. കണ്ടിന്യൂസ് ആണ് ചാപ്റ്റേഴ്സൊക്കെ അല്ലെങ്കിൽ പാർട്സൊക്കെ. വി വിൽ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ, the most vital event of sexual reproduction, is perhaps the fusion of gametes. This process, called syngamy, results in the formation of diploid zygote. The term fertilization is also often used for this process. The term syngamy and fertilization are frequently used, though interchangeably. The fertilization are discussed ചെയ്യുന്നത് includes the fusion of gametes. അതുകൊണ്ട് ഇതിന് സിംഗമി എന്ന് പറയും. അവസാനം കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് സൈഗോട്ടാണ്. ഫെർട്ടിലൈസേഷനും ഇടയ്ക്ക് സിംഗമിയും നമ്മൾ ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള ടേമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. മൂവിങ് ഓൺ ടു ദ യെല്ലോ ഹൈലൈറ്റഡ് പാർട്ട്. Some organisms like rotifers, honey bees and even some lizards and birds, that is turkey, the female gamete undergo development to form new organism without fertilization. This phenomenon is known as parthenogenesis. ഇതിനെയാണ് പാർത്തനോജെനസിസ് എന്ന് പറയുക. അതായത് റോട്ടിഫയേഴ്സിലും ഹണി ബീസിലും ലിസാർഡ്സിലും അതായത് ടർക്കി ബേർഡ്സിലൊക്കെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരിൽ ഫീമെയിൽ ഗാമേറ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പുതിയൊരു ഓർഗാനിസമായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ പുതിയ ഓർഗാനിസമായിട്ട് ഫോം ചെയ്യും ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ. അതിൻ്റെ എക്സാമ്പിളാണ് എന്ന് പറഞ്ഞാൽ ഫിനോമിനനാണ് എന്ത് പറയുക, പാർത്തനോജെനസിസ് എന്ന് പറയാം. Where does the syngamy occur? എവിടെയാണ് ഈ ഫെർട്ടിലൈസേഷൻ ഒക്കർ ചെയ്യുന്നതെന്നുള്ള ടോപ്പിക്കാണ് നെക്സ്റ്റ് വണ്ണ്. ഇൻ മോസ്റ്റ് അക്വാട്ടിക് ഓർഗാനിസംസ് സച്ച് ആസ് ദി മെജോറിറ്റി ഓഫ് ആൽഗി ആൻഡ് ഫിഷസ് ആസ് വെൽ ആസ് ആംഫിബിയൻസ്, the syngamy occurs in the external medium, that is water, that is outside the body of an organism. This type of gamete fusion is known as external fertilization. syngamy എന്ന് വെച്ചാൽ ഇത് ഒക്കർ ചെയ്യുന്നത് അക്വാട്ടിക് ആയിട്ടുള്ള ഏരിയാസിലാണ് അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസംസിൽ ഒക്കെയാണ് ഇത് ഒക്കർ ചെയ്യുന്നത്. വാട്ടർ ആയിരിക്കും ഇത് എക്സ്റ്റേണൽ മീഡിയം എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആയിരിക്കും ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ആൻ ഓർഗാനിസം ആണ്. ദിസ് ടൈപ്പ് ഓഫ് ഫ്യൂഷൻ ഇസ് നോൺ ആസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ആ ഒരു ഓർഗാനിസത്തിൻ്റെ പുറത്ത് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ അതിന് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഓർഗാനിസം എക്സിബിറ്റിംഗ് ദ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഷോ great synchrony between the sexes and the release of large number of gametes into the surrounding medium in order to enhance the chance of syngamy. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് ചിലപ്പം ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ആ സമയത്ത് ഒരുപാട് മെയിൽ ഗാമേറ്റ്സ് മൾട്ടിപ്പിൾ 1000 ടൈംസ് ഓഫ് മെയിൽ ഗാമേറ്റ് ദാൻ ദാറ്റ് ഓഫ് ദ ഫീമെയിൽ ഗാമേറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അതുപോലെ തന്നെയാണ് അതായത് ഒരു നിശ്ചിത ഒരു അളവൊന്നുമില്ല അതായത് ഫീമെയിൽ ഗാമേറ്റും മെയിൽ ഗാമേറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ ഈ സിംഗമിയുടെ ചാൻസസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ അത്രത്തോളം മെയിൽ ഗാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നത്. ദിസ് ഹാപ്പൻസ് ഇൻ ദ ബോണി ഫിഷസ് ആൻഡ് ഫ്രോഗ്സ് വെർ എ ലാർജ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇത് ഒക്കർ ചെയ്യുന്നത് ഫ്രോഗ്സിലും അതുപോലെ തന്നെ ഫിഷസിലൊക്കെയാണ്. അവരിലൊക്കെയാണ് ഒരുപാട് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഒരുപാട് ഓഫ് സ്പ്രിങ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എ മേജർ ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ദ ഓഫ് സ്പ്രിങ് ആർ എക്സ്ട്രീംലി വൾണറബിൾ ടു പ്രിഡേറ്റേഴ്സ് ത്രട്ടനിങ് ടു ദെയർ സർവൈവൽ അപ് ടു അഡൾട്ട്ഹുഡ്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ നമ്മുടെ ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് ഈ ഉണ്ടായ ഓഫ് സ്പ്രിങ് ഒക്കെ ഭയങ്കര വൾണറബിൾ ആയിരിക്കും. അതായത് ഇവർ ചിലപ്പം വേറെ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള അതായത് വേറെ അവരെ കൊന്നു തിന്നാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അതായത് പ്രിഡേറ്റേഴ്സൊക്കെ അവരെ കൊന്നു തിന്നിട്ട് അവർ എക്സ്റ്റിൻറ്റ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അവർക്ക് സർവൈവൽ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇൻ മെനി ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഓർഗാനിസം ബിലോങ്ങിങ് ടു ഫഞ്ചൈ ഹയർ ആനിമൽസ് സച്ച് ആസ് റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ് ആൻഡ് ഇൻ മെജോറിറ്റി ഓഫ് പ്ലാന്റ്സ് അതായത് ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ് and angiosperms, syngamy occurs inside the body of the organism. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഇതിലെന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദ ഓർഗാനിസമിലായിരിക്കും എന്ത് ഫെർട്ടിലൈസേഷൻ നടക്കുക. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ അതായത് ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഓർഗാനിസംസിനകത്ത് ദ ഫെർട്ടിലൈസേഷൻ ഒക്വേഴ്സ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ആൻ ഓർഗാനിസം. ബോഡിയുടെ അകത്ത് തന്നെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അതുകൊണ്ട് ഇതിന് എന്ത് പറയുന്നു, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ.
In all these organisms, the egg is formed inside the female body where there is fused with the male gamete. So egg female body അത് ഫോം ചെയ്ത് മെയിൽ ഗാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യണം. In organism exhibiting internal fertilization, the male gamete is motile and has to reach the egg in order to fuse with it. So male gamete എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? മെയിൽ ഗാമേറ്റ് എപ്പോഴും മോട്ടൈലായിരിക്കും, ഫീമെയിൽ ഗാമേറ്റ് നോൺ മോട്ടൈലായിരിക്കും. സോ ഫീമെയിൽ ഗാമേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. They has to reach the egg in order to fuse with it. In these, even though the number of sperms produced is very large, there is a significant reduction in the number of eggs produced in seeded plants. However, the non-motile male gamete are carried to the female gamete by the pollen tube. സോ ഇതിലെന്നൊക്കെ പറയുമ്പോൾ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനിൽ എന്നൊക്കെ പറയുമ്പോൾ മെയിൽ ഗാമേറ്റ് ഒരുപാട് നമ്പറിലായിരിക്കും, പക്ഷേ ഫീമെയിൽ ഗാമേറ്റ് കുറച്ചായിരിക്കും. ദർ ഈസ് എ റിഡക്ഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫീമെയിൽ ഗാമേറ്റ്സ് ആയിരിക്കും. ഇനി വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ നമ്മുടെ സീഡഡ് പ്ലാന്റ്സ് ഇല്ലേ, സീഡഡ് പ്ലാന്റ്സിലൊക്കെ എന്താ നടക്കുന്നത് വെച്ചാൽ ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാവും, മെയിൽ ഗാമേറ്റ് ഉണ്ടാവും. അപ്പോൾ മെയിൽ ഗാമേറ്റിനെ ഫീമെയിൽ ഗാമേറ്റിലേക്ക് എത്തിക്കുന്നത് ആരാന്ന് വെച്ചാൽ പോളൻ ട്യൂബ്സ് ആണ് എത്തിക്കുന്നത്. അപ്പോൾ അതാണ് ഫെർട്ടിലൈസേഷന്. നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി post-fertilization events ആണ്. Events in the sexual reproduction after the formation of zygote are called post-fertilization events. The formation of diploid zygote is universal in all sexually producing organisms. In organism with external fertilization, zygote is formed in the external medium, that is usually water, and whereas those exhibiting internal fertilization, the zygote is are formed inside the organism. So എന്തായാലും ഫെർട്ടിലൈസേഷൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടാണ്. സോ സൈഗോട്ട് രണ്ട് രീതിയിലുണ്ടാവും. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനിലാണെങ്കിൽ സൈഗോട്ട് ഇൻസൈഡ് ദ ബോഡി ആയിരിക്കും. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനിലാണെങ്കിൽ സൈഗോട്ട് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ദ ബോഡി, അതായത് വാട്ടർ മീഡിയത്തിലോ അങ്ങനെ എന്തിലേക്കായിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ഹൈലൈറ്റഡ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇൻ ഓർഗാനിസം ബിലോങ്ങിങ് ടു ദ ഫംജൈ ആൽഗെ, ദ സൈഗോട്ട് ഡെവലപ്സ് എ തിക്ക് വാൾ ദാറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഡെസിക്കേഷൻ ആൻഡ് ഡാമേജ്. ഇറ്റ് അണ്ടർഗോസ് എ പീരീഡ് ഓഫ് റെസ്റ്റ് ബിഫോർ ജെമിനേഷൻ. സോ ഇതിൽ എന്താ നടക്കുന്നത് വെച്ചാൽ അവരുടെ ഒരു അൺഫേവറബിൾ കണ്ടീഷനിൽ ഈ ആൽഗെ അല്ലെങ്കിൽ ഫംജൈ അവരുടെ പുറത്ത് ഒരു പ്രത്യേക കോട്ട്, ഒരു പ്രോട്ടീൻ കോട്ട് പോലെ തന്നെങ്കിൽ ഒരു തിക്ക് വാൾ ഫോം ചെയ്യും. ഈ തിക്ക് വാൾ എന്ന് പറയുമ്പോൾ ഡാമേജൊന്നും സംഭവിക്കില്ല ഈ തിക്ക് വാൾ കാരണം. സോ ദേ ആർ റിലീവ്ഡ് ഫ്രം ഡാമേജ് ആസ് വെൽ ആസ് ഡെസിക്കേഷൻ. സോ നമ്മൾ പറയാൻ പോവാണ്, ദ സൈഗോട്ട് ഇസ് എ വൈറ്റൽ ലിങ്ക് ദാറ്റ് എൻഷുവേഴ്സ് ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ബിറ്റ്വീൻ ദി ഓർഗാനിസം ഓഫ് വൺ ജനറേഷൻ ആൻഡ് ദ നെക്സ്റ്റ്. എവറി സെക്ഷൽ റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് ബിഗിൻ ദെയർ ലൈഫ് ആസ് എ സിംഗിൾ സെൽ സൈഗോട്ട്. സോ സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു വൈറ്റൽ ലിങ്കാണ്, ഒരു ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സോ ഇത് ഹ്യൂമൻ ബീങ്സിൽ സിംഗിൾ സെൽഡ് ആയിരിക്കും സൈഗോട്ട് ഉണ്ടാവുക, ലൈഫ് ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, next we will have to discuss, so zygote is discussed, so we have to discuss next embryogenesis. So embryogenesis refers to the process of development of embryo from the zygote. Zygote നിന്ന് embryo ഫോം ചെയ്യുന്നതാണ് embryogenesis എന്ന് പറയുക. During embryogenesis, the zygote undergoes cell division, that is mitosis, as well as cell differentiation. So ഈ സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഫോം ചെയ്യും. അപ്പോൾ എംബ്രിയോ ഫോം ചെയ്യാൻ രണ്ട് പ്രോസസ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് സെൽസ്. സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ സെൽസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഫോം സർട്ടൻ മോഡിഫിക്കേഷൻ ടു ഫോം സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ടു ഫോം ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസംസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്നതിനാണ് എന്ത് സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. So animals are categorized into oviparous as well as viviparous based on the development of zygote takes place in the body of female parent or inside, that is whether they lay fertilized or unfertilized or give birth to the young ones. സോ ആനിമൽസിനെ എങ്ങനെയാണ് അവരുടെ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ അതുപോലെ അവർ ഗീവ് ബർത്ത് ചെയ്യുകയാണോ അല്ലെങ്കിൽ അവർ എഗ്ഗ് ലേ ചെയ്യുകയാണോ എന്നൊക്കെ അതിൻ്റെ ബേസിസിൽ ആനിമൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ഒവിപാരസും ഒന്ന് വിവിപാരസും ആണ്. സോ ഇൻ ഒവിപാരസ് ആനിമൽസ് ലൈക്ക് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്, the fertilized egg covered by a hard calcareous shell are laid in a safe place in the environment. So oviparous എന്ന് പറയുമ്പോൾ ഓ എന്ന് പറയുമ്പോൾ എന്താ ഒരു എഗ്ഗിൻ്റെ ഷേപ്പിൽ. സോ ദേ ആർ എഗ് ലേയിങ്. ബി എന്ന് പറയുമ്പോൾ വിവിപാരസ്, ദേ ആർ ടേക്കിംഗ് ബർത്ത് ഇൻസൈഡ് എ ഫീമെയിൽ ബോഡി അല്ലെങ്കിൽ ഫീമെയിൽ പാരൻറ്റിനകത്തായിരിക്കും അവർ ബർത്ത് എടുക്കുക.
സോ ഈ ഒവി പാരസൈറ്റിൽ അതായത് എഗ് ലേയിങ് ആയിട്ടുള്ള ആനിമൽസോ അല്ലെങ്കിൽ ബേർഡ്സോ ഒക്കെ എന്താണെന്ന് വെച്ചാൽ അവരെന്ന് പറയുമ്പോൾ ഒരു കാൽക്കേരിയസ് ഷെല്ല്, അതായത് ഒരു കാൽഷ്യം കൊണ്ടുണ്ടാക്കിയ ഒരു ഷെല്ല് ആയിരിക്കും അവരുടെ എഗ്ഗിനെ കവർ ചെയ്തിട്ടുണ്ടാവുക. ഇതെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഏതെങ്കിലും എൻവിയോൺമെൻറ്റിൽ അവരുടെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാൽക്കേരിയസ് ഷെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഇൻക്യുബേഷൻ ദ യങ് വൺസ് ഹാച്ച് ഔട്ട്. സോ കുറച്ച് കാലം കഴിയുമ്പോൾ ആ യങ് വൺസിൻ്റെ പുറത്തേക്ക് നമുക്കറിയാമല്ലോ ഈ കോഴി അടയിരിക്കുന്ന അറിയാലോ. അപ്പോൾ കോഴി അടയിരിക്കുന്ന മുട്ട എന്ന് പറയുമ്പോൾ കാൽക്കേരിയസ് ഷെല്ലാണ്. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ ഹാച്ച് ആയിട്ട് ആ ഓർഗാനിസം പുറത്തേക്ക് വരും. ഓൺ ദ അതർ hand, in viviparous animals, അതായത് majority of mammals including the human beings, the zygote develops into the young one inside the body of the female organism. After attaining a certain stage of growth, the young ones are delivered out of the body of the female organism. Because of proper embryonic care and protection, the chances of survival of younger ones is greater in viviparous organism. So we have discussed about oviparous അവരുടെ കാൽക്കേരിയസ് ഷെല്ലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ ഷെല്ലാന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ വിവിപാരസിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ അവരൊരു ഫീമെയിൽ ആയിട്ടുള്ള പാരൻ്റെ ഉള്ളിലാണ് അവർ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകം എമൗണ്ട് ഓഫ് മെച്യൂരിറ്റി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഡെലിവർ ആവുന്നത്. കൂടാതെ ഇതിനകത്ത് അതായത് ഈ വിവിപാരസൈറ്റിലെ ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ സർവൈവ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഓവിപാരസ്. സോ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ ഒവ്യൂൾ. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ സൈഗോട്ട് ഒവ്യൂളിൻ്റെ ഇൻസൈഡാണ് ഫോം ചെയ്യുന്നത്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ഇപ്പോൾ ഒവ്യൂളിൻ്റെ ഇൻസൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒവ്യൂളിൻ്റെ ഇൻസൈഡിലാണ് ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഈ സൈഗോട്ട് ഫോം ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും? സെപ്പൽസ് ഉണ്ടാവും, പെറ്റൽസ് ഉണ്ടാവും, സ്റ്റെയിമിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഈ തണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ഇതൊക്കെ കൊഴിഞ്ഞു പോകും. അവസാനം എന്താകും? ഇതിനകത്ത് ഈ ഒവ്യൂളിനകത്ത് ആ ഒരു പെർട്ടിക്കുലർ സൈഗോട്ട് മാത്രമേ ലെഫ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. കൂടാതെ പിസ്റ്റിൽ ഹൗവർ റിമൈൻസ് അറ്റാച്ച് ടു ദ പ്ലാന്റ്. പിസ്റ്റിലും പ്ലാന്റിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ബാക്കി അതായത് സെപ്പൽസ്, പെറ്റൽസ്, സ്റ്റെയിമിന് ഒക്കെ കൊഴിഞ്ഞു പോയതിന് ശേഷം പിസ്റ്റിൽ മാത്രമായിരിക്കും പ്ലാന്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ദ സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു ദ എംബ്രിയോ ആൻഡ് ദ ഒവ്യൂൾസ് ഡെവലപ്സ് ഇൻ ടു ദ സീഡ്. സോ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും, അതുപോലെ തന്നെ ഒവ്യൂൾ എന്തായിട്ട് മാറും? സീഡ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഓവറി ഡെവലപ്സ് ഇൻ ടു ദ ഫ്രൂട്ട്. സോ ഓവറി എന്തായി മാറുന്നു? ഫ്രൂട്ടായി മാറും. സോ സൈഗോട്ട് എംബ്രിയോ ആയി മാറും, ഒവ്യൂൾസ് സീഡായി മാറും, ഓവറി എന്തായി? ഫ്രൂട്ടായിട്ട് മാറും. ഓക്കെ, the ovary develops into the fruit which develops a thick wall. It is called a pericarp, that is a protective in function. So ഈ ഓവറി ഉണ്ടല്ലോ, ഈ ഓവറി എന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഫ്രൂട്ടായി മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ചുറ്റും എന്തായിട്ട് ഒരു തിക്ക് വോളോട് കവർ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് എന്താ പറയുക? ഈ പിയോണ്ട് ലെറ്റർ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടില്ല, ഇതിനെയാണ് പെരികാർപ്പ് എന്ന് പറയുക. പെരികാർപ്പസ് ദ ഓവറി കവേർഡ് ബൈ എ തിക്ക് വോൾ നോൺ ആസ് പെരികാർപ്പ്. ദേ ഹാവ് എന്താണ് ഫംഗ്ഷന്? ദേ ആർ പ്രൊട്ടക്റ്റീവ് ഇൻ ഫംഗ്ഷൻ. അവരുടെ സംരക്ഷണമാണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ. ആഫ്റ്റർ dispersal, the seeds germinate under favorable condition to produce new plants. So seeds എല്ലാം ഡിസ്പേഴ്സ് ചെയ്തതിന് ശേഷം അവർ ഒരു പെർട്ടിക്കുലർ ന്യൂ പ്ലാന്റ്സ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും ഒരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഈ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ ഓരോ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്യണം. സോ താങ്ക് യു എവരി വൺ.